RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന അങ്ങനെ വേൾഡ് കപ്പ് കഴിഞ്ഞു. Yes. വേൾഡ് കപ്പിന്റെ സ്വറകളും അതേപോലെ തന്നെ അതിന്റെ ഇൻട്രസ്റ്റിംഗ് അതിന്റെ ഫാൻ ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ഇനി നടക്കാൻ പോകുന്നത് ക്ലബ് ഫുട്ബോളിന്റെ അതെ. തലങ്ങളിലേക്കാണ്. അപ്പോ ഒരുപാട് പേര് ഈ ഒരു വേൾഡ് കപ്പോട് കൂടിയിട്ട് ഫുട്ബോൾ നിർത്തും. പക്ഷെ ഫുട്ബോൾ പ്രേമികള് അവര് ഇനി Yes. ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ക്ലബ് ഫുട്ബോളിലാണ്. അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് രാവുകളെ കുറിച്ചുള്ള ആ ഒരു വീഡിയോയ്ക്കും അതേപോലെ തന്നെ ആ ഒരു കളിക്കും വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പുകളാണ് ഇനി ഓരോ റിയൽ ഫുട്ബോൾ ഫാൻസ് എന്ന് പറഞ്ഞാല് വേൾഡ് കപ്പിന് മാത്രമായിട്ട് കാണുന്ന ചില ഒരു seasonal fans. ഫാൻസുകൾ. അത് പറഞ്ഞാൽ അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് സമയവും കാര്യങ്ങളും ഡ്യൂട്ടി ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു മാസം ആഘോഷിക്കാനുള്ള ആ ഒരു ക്ലബ്ബ് തലത്തിൽ കുറെ പേര് ഈ ക്ലബിനെ ഫോളോ ചെയ്യാതെ രാജ്യങ്ങൾ മാത്രം ഫോളോ ചെയ്തിട്ട് രാജ്യങ്ങളുടെ കളി കാണുന്ന ടീംസ് ഉണ്ടാവും. അപ്പൊ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉള്ളവരിലാണ് സീസണൽ ഫാൻസ് എന്ന് പറയാ. അത് ചിലർ ട്രോളായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സ്വാഭാവികമാണ്. അവർക്ക് ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും അതേപോലെ തന്നെ ലാ ലീഗും ഈ അർദ്ധരാത്രിയിൽ ഡെയിലി ഉള്ള ലീഗ് മത്സരങ്ങൾ ആഴ്ചയിൽ 2-3 മത്സരങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ ഫേവറേറ്റ് ടീമുകളുടെ. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഡ്യൂട്ടിക്ക് പോലെ കാര്യങ്ങൾ നടക്കൂല. അപ്പൊ ഇനി ഇപ്പൊ ഓഗസ്റ്റ് ആയി കഴിഞ്ഞാൽ എല്ലാ ലീഗുകളും ആരംഭിക്കാൻ പോകണം. അപ്പൊ അതിന്റെ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് Yes. ഓരോ ഫുട്ബോൾ പ്രേമികളും. അപ്പൊ എന്താ പറയാനോ ഈ ഒരു വേൾഡ് കപ്പിന് ശേഷം ഈ ക്ലബ് ഫുട്ബോളും ആയിട്ടുള്ള വ്യത്യാസം എന്താണ്, അത് എന്താണെന്ന് എനിക്ക് തോന്നുന്നത് വേൾഡ് കപ്പ്? വേൾഡ് കപ്പ് 4 വർഷത്തിൽ ഒരു പ്രാവശ്യം നടക്കണ ഒരു ടൂർണമെന്റ് ആണ്. അതിന് ഹൈലി ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ടോപ്പ് ടൂർണമെന്റുകളിൽ ഒന്നാം സ്ഥാനത്തായിരിക്കും വേൾഡ് വേൾഡ് കപ്പ്. കപ്പ് പിന്നെ ഏറ്റവും വ്യൂഡ് ആയിട്ടുള്ള ടൂർണമെന്റും വേൾഡ് കപ്പ് ആണ്. അത് അതിന് ഒരു കുറഞ്ഞ ടൈമിൽ Yes. കുറഞ്ഞ ടൈമിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സും കാര്യങ്ങളും ഇപ്പൊ അതേപോലെ തന്നെ അത്രയും അതിനോട് പൾസുള്ള ഒരു ഇതാണ്. പക്ഷെ ലീഗ് മത്സരം നോക്കിക്കഴിഞ്ഞാൽ ഒരു കൊല്ലത്തില് ഒരു 7-8 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ലീഗാണ്. 38 Yes. മത്സരങ്ങളാണ് കൂടുതൽ ലീഗുകളിലും മത്സരങ്ങളെ വരുന്നത്. പിന്നെ ചാമ്പ്യൻസ് ലീഗ് വരുന്നുണ്ട്. അതിലൂടെ പിന്നെ ഓരോ രാജ്യത്തിലെയും ലീഗുകളുണ്ട്. ലീഗുകളിലെ അവിടുത്തെ കപ്പ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ FA കപ്പ് അങ്ങനത്തെ പോലെ കരബാവ് കപ്പ് അങ്ങനത്തെ കുറെ ഒരുപാട് ഇതുണ്ട്. കോപ്പ ഡെൽ റേ അങ്ങനത്തെ അങ്ങനെ കുറെ ടൂർണമെന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരം എന്ന് പറഞ്ഞാല് ക്ലാസിക്കോ. അത് ഫുട്ബോളിന്റെ ഇനിയിപ്പോ ഇവിടെ നമ്മുടെ ഇറ്റാലിയൻ ലീഗിൽ ഇന്റർ മിലാൻ AC മിലാനായിട്ട് മത്സരമുണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നോക്കിക്കഴിഞ്ഞാൽ ഡെർബികൾ ഒരുപാട് നടക്കാറുണ്ട്. പക്ഷെ ലോകം മൊത്തം ക്ലബ് ഫുട്ബോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന മത്സരം എന്ന് പറഞ്ഞാൽ അത് എൽ ക്ലാസിക്കോ ആണ്. അപ്പൊ എൽ ക്ലാസിക്കോ ഡേറ്റുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഒക്ടോബർ 25 ക്യാമ്പ് നൗവിൽ വെച്ചിട്ട് ആദ്യ എൽ ക്ലാസിക്കോ നടക്കാൻ പോകുന്നത് ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടിൽ. അപ്പോൾ രണ്ടാമത്തെ എൽ ക്ലാസിക്കോ നടക്കാൻ പോകുന്നത് 2027 മെയ് 9 ബെർണബോയിൽ വെച്ച് റയൽ മാഡ്രിഡിന്റെ തട്ടകത്തിൽ എത്തി വെച്ചിട്ടാണ് നടക്കാൻ പോകുന്ന മത്സരം. ഇപ്പൊ എന്തായാലും തീ പാറുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താണ് ഉള്ള റീസൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 എൽ ക്ലാസിക്കോകളിൽ ഒരുപാട് മത്സരങ്ങളിൽ ബാഴ്സ വിജയിച്ചു. അതേപോലെ തന്നെ 2 വർഷങ്ങളിൽ റയൽ മാഡ്രിഡിന്റെ ട്രോഫിലെസ് ആയിട്ടുള്ള ഒരു റയൽ മാഡ്രിഡിന്റെ സീസണിന് ശേഷം അഞ്ചലോട്ടി മാറുന്നു. അതിനുശേഷം മൊറീനോ മൊറീനോ അല്ല, അതിനുശേഷം 2 കോച്ചുമാർ വന്നല്ലോ. അർബലോവും പിന്നെ സാബി അലോൺസോ. ഇവർ രണ്ടാളും വന്നിട്ടും റയലിന് മാറ്റങ്ങളൊന്നും വരാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ റയലില് ഒരുപിടി എന്താണ് പറയാ താരങ്ങൾ നിബിഡമായ ഒരു ക്ലബ്ബാണ്. അത് ആ ഒരു ക്ലബിന്റെ റേഞ്ച് പറയണം. അപ്പൊ അതിന് ഒത്ത ഒരു 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 പരിശീലനം എന്താ പറയുക, സിനദിൻ സിദാനും അതേപോലെ കാർലോ അഞ്ചലോട്ടിനെ പോലൊരു അതില്ലാതെ റയലിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള എത്ര മാത്രം നമുക്ക് തന്നെ അറിയാൻ പറ്റും. ആ ഒരു ക്ലബിന്റെ റേഞ്ചും അതൊക്കെ അത്രയാണ്. അപ്പോ അങ്ങനെയാണ് പെരസണ്ണം കൊണ്ടുവരുന്നത്, നമ്മുടെ മൊറീനിയോനെ കൊണ്ടുവരുന്നത്. മൊറീനിയോ കൊണ്ടുവരുന്ന മൊറീനോ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് എന്താ പറഞ്ഞാല് നമ്മുടെ ഗാഡിയോളയൊക്കെ അരങ്ങ് വാഴുന്ന സമയത്താണ് ചങ്ങായി റയലിൽ വന്നിട്ട് ചാമ്പ്യൻസ് ലീഗ് ഒക്കെ നേടിയിട്ട് പോകുന്നത്. പിന്നെ ഒരു തിരിച്ചുവരവാണ്. എന്താ പറഞ്ഞാൽ ഇനി നോക്കിക്കഴിഞ്ഞാൽ സിദാൻ തിരിച്ചു വരണം, അല്ലെങ്കിൽ പിന്നെ ആരാന്നുള്ള ചോദ്യത്തിന് റയൽ മാഡ്രിഡിന്റെ കോച്ചിങ്ങിലേക്ക് ആരാ വരിക എന്നുള്ള ഒരു ഭയങ്കര ഇപ്പോഴത്തേക്ക് സിദാനെ നോക്കണെങ്കിൽ ഫ്രാൻസിന്റെ ടീം ഹെഡ് കോച്ചായിട്ടാണ് നിൽക്കുന്നത്. അതെ അതെ ഇപ്പൊ നിൽക്കുന്നതിലാണ്. അത് കൺഫേം ആയിട്ടില്ല അതുകൊണ്ട് അല്ലെ, ഏകദേശം അത് ഒഫീഷ്യൽ ആയിട്ടുള്ളത് വന്നിട്ടില്ല എന്നാലും. അപ്പൊ ഈ എൽ ക്ലാസിക്കോയ്ക്ക് മുന്നായിട്ട് ഇവർ എന്തൊക്കെ മുൻകരുതലുകളാണ് സമ്മർ ട്രാൻസ്ഫർ ആണ്. ഇപ്പൊ സമ്മർ ട്രാൻസ്ഫർ ആയിട്ടില്ല, ഇതിന്റെ ആവാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ വേൾഡ് കപ്പ് കഴിയുന്നതിന് മുമ്പ് തന്നെ റയൽ മാഡ്രിഡ് അതിനുള്ള പണിയൊരുങ്ങുന്നത്. എന്താ പറയുക, റയൽ മാഡ്രിഡിന്റെ കഴിഞ്ഞ 2 സീസൺ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും താരങ്ങളൊക്കെ ഉണ്ട്. വിനീഷ്യസ്, എംബാപ്പെ, ബെല്ലിംഗ്ഹാം പോലുള്ള ലോകോത്തര താരങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു ട്രോഫി പോലും അവരുടെ ഷെൽഫിൽ കയറ്റാൻ പറ്റില്ല. അതേസമയം ബാഴ്സലോണ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2024-25 സീസണിൽ അവര് ഡൊമസ്റ്റിക് ട്രിപ്പിൾ അടിച്ചു, ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ പുറത്തായി. അതിനുശേഷം കഴിഞ്ഞ വർഷം ലാലീഗും തൂക്കി, അതേപോലെ തന്നെ കോപ്പ ഡെൽ റേ അങ്ങനെ 2 ട്രോഫി സ്വന്തമാക്കി. സൂപ്പർ കോപ്പയിലാണ് അവർ സൂപ്പർ കോപ്പ കിട്ടി, കോപ്പ ഡെൽ റേയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പുറത്തായി. അങ്ങനെ മഡ്രിഡ് ടീം അത്ലറ്റിക്കോ മാഡ്രിഡ് നോക്കി കഴിഞ്ഞാലും ഒരുപാട് ചെലവാക്കിയിട്ടാണ് അവർ ഈ കഴിഞ്ഞ സീസണെ കടന്നു പോയത്. പക്ഷെ അവർക്കും ട്രോഫിലെസ് ആണ്. അപ്പൊ ഇവരുടെ ഈ നാളുകളിൽ കടന്നുപോയ നാളുകളിൽ എന്തൊക്കെ ട്രാൻസ്ഫർ ആണ് ഇവര് മെയിൻ ആയിട്ട് നോക്കിയത്. എന്താ പറഞ്ഞാൽ റയൽ മാഡ്രിഡ് ഒരുപാട് താരങ്ങൾ ആരൊക്കെയും ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഏതൊക്കെ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തു നോക്കിയാൽ റയൽ മാഡ്രിഡ് ഇതുവരെ സൈൻ ചെയ്തിട്ടുള്ള പ്ലേയേഴ്സ് നോക്കണമെങ്കിൽ മാർക്ക് കുക്കുരേല, ബെർണാഡോ സിൽവ, പിന്നെ ഇപ്പോ ഒരു മുൻകൈ വെച്ച് യാൻഡിയോമാൻഡേക്ക് അവർ ഡീല് ഏകദേശം ക്ലോസ് ആയി. പക്ഷെ ഇപ്പോഴും
അത് റൂമർ എന്ന അത് കാറ്റഗറിയിലാണ്. PSG-യും അങ്ങനെ ഒരുപാട് ടീമുകൾ അതിനെതിരെ, സിറ്റി വരെ അതിന്റെ പിന്നാലെ ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ പിന്നെ വേറൊരു റൂമർ കൊണാറ്റ നോക്കണെങ്കിൽ അതിന് കൊണാറ്റ ഇബ്രാഹിമോ ഡിഫൻസിലേക്ക് കൊണാറ്റെ ഡിഫൻസീവ് ഫ്രീ ഏജന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഡെംഫ്രീസ് വന്നിട്ടുണ്ട് വിങ്ങുകളില്. ഫുൾ ബാക്കിലേക്ക്. ബാഴ്സലോണിന്റെ വിങ്ങുകളെ പൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഡിഫൻസും മിഡ്ഫീൽഡും ഒക്കെ റയൽ മാഡ്രിഡ്. പിന്നെ ഇപ്പോ ഏറ്റവും വലിയൊരു റൂമർ വന്നിട്ടുള്ളത് പറഞ്ഞാല് റോഡ്രിയുടെ റോഡ്രി കാര്യമാണ്. റോഡ്രി 30-കാരനായ റോഡ്രി ഈ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബാലൻഡർ വിന്നർ കൂടിയാണ്. അതെ ബാലൻഡർ വിന്നറാണ്. ഈ സീസണിൽ ഇപ്പൊ വിന്നർ ആവില്ല പറയാൻ പറ്റില്ല. അമ്മാതിരി കിട്ടില്ല ഒരു പെർഫോമൻസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചങ്ങായിനെ റയൽ മാഡ്രിഡ് വാങ്ങാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോ പേഴ്സണൽ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഇത് വെച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ പെട്ടെന്ന് റൂമേഴ്സ് വരുന്നുണ്ട്, ബാഴ്സലോണയ്ക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്താ പറഞ്ഞാല് ഇതില് വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ബാഴ്സലോണിന്റെ സൈനിങ് നോക്കി കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് അതിലേക്ക് ബാഴ്സലോണിന്റെ സൈനിങ് നോക്കി കഴിഞ്ഞാൽ ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? ആന്റണി ഗോർഡനും പിന്നെ നമ്മളെ കരീം അദയാമി. ഇവർ രണ്ടാളും വന്നിരിക്കും. ബൊറൂസിയ ഡോർട്ട്മണ്ടിൽ ഉള്ള അദയാമി ഏറ്റവും കൂടുതൽ ന്യൂകാസലിലുള്ള ഗോർഡനും ഈ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഓടാൻ കഴിയുന്ന ആ ഒരു വിങ്ങിൽ എന്താ പറഞ്ഞാൽ റഫീനിയ ആ വിങ് കളിക്കുന്നതിനേക്കാളും സ്പീഡിൽ ഗോർഡൻ രണ്ടുപേരും ആ വിങ്ങിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഗോർഡന്റെ പ്രത്യേകത എന്താ പറഞ്ഞാല് ആള് സെന്ററിൽ സ്ട്രൈക്കറായിട്ടും കളിക്കുന്നുള്ളതാണ്. അപ്പോ യമാലും അദിയാമിയും ഗോർഡൻ സ്ട്രൈക്കറും അതുപോലെ മിഡ് അറ്റാക്കിംഗ് മിഡിൽ ഇപ്പോ ഫെർമിൻ ലോപ്പസ് ഇല്ലാത്തതുകൊണ്ട് റഫീനിയ കളിക്കും. അപ്പോ ബാഴ്സലോണയുടെ അറ്റാക്കിങ്ങും റയലിന്റെ മിഡും ഡിഫൻസും തമ്മിലായിരിക്കും മത്സരം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേപോലെ തന്നെ ഇപ്പോ റയൽ കൊടുക്കുന്ന റൂമറും വന്നിട്ടുണ്ട്. അതായത് വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്ന താരത്തിന് ആഴ്സണല് ഇൻട്രസ്റ്റ് ആണ്. ഇത് ആഴ്സണല് ബ്രിട്ടീഷ് റെക്കോർഡ്സ് തകർത്ത് വിനീഷ്യസിനെ മേടിക്കാൻ പ്ലാൻ ഉണ്ടെന്നൊക്കെ. അതേപോലെ വിനീഷ്യസിന് വേണ്ടി സൗദി ക്ലബ്ബായിട്ട് അവര് 1 ബില്യൺ എന്തോ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, 5 വർഷത്തെ കോൺട്രാക്ട്. അത് എന്തായാലും ആള് അങ്ങോട്ട് പോകുന്നു എനിക്ക് തീരെ ഉറപ്പില്ല. പൈസയ്ക്ക് പിന്നാലെ ഇപ്പൊ വിനി എന്തായാലും പോകാൻ നിൽക്കില്ല. പക്ഷെ വിനിക്ക് റയലിൽ ഇനി 1 വർഷം കൂടി ഉള്ളൂ. അതില് ഫ്രീ ഏജന്റ് ആയിട്ട് വിനി എന്തായാലും പോകാൻ നിൽക്കില്ല വിനി. അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് വിനി ചോദിക്കുന്ന ചോദ്യം എന്താ പറഞ്ഞാല് എനിക്ക് എംബാപ്പയുടെ സെയിം സാലറി, അതാണ് റയലിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ വിനി ഇവിടെ തുടരും. അതെ, അപ്പൊ വിനിക്ക് എംബാപ്പയുടെ സെയിം സാലറി വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ഇതായിട്ടായിരിക്കും ഇനിയിപ്പോ പാരീസ് അത് റിന്യൂ ചെയ്യോ ഇല്ല എന്നുള്ള കാര്യം വരിക. എന്തായാലും വിനിക്ക് ചിലപ്പോൾ ആഴ്സണലിൽ പോകണമെങ്കിൽ എന്താ പറഞ്ഞാൽ ചാമ്പ്യന്മാരായിട്ട് നിൽക്കണം. അവർക്ക് ഈ ഒരു ചാമ്പ്യൻ മെന്റാലിറ്റി ഉള്ള ഒരു മെന്റാലിറ്റിന്റെ ഒരു കുറവുണ്ട്. ഇങ്ങനെ ഈ വിന്നെ പോലെ ഒരു മെന്റാലിറ്റിന്റെ കുറവുണ്ട്. അവര് എന്തായാലും ചാമ്പ്യൻസ് ലീഗ് നോക്കുക, അങ്ങനെ ഒരു പ്ലെയർ നോക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു വഴിക്ക് അവിടെ പോകാനുള്ള ചാൻസ് ഉണ്ട്. റയൽ മാഡ്രിഡിൽ ചെറുതായിട്ടൊന്ന് സർഫേസ് ആയ ഒരു റൂമറാണ് ഒലീസെ ടു റയൽ മാഡ്രിഡ്. ഒലീസെ ഇപ്പൊ ബാൻഡോണിക്കിനെ പോലത്തെ ഒരു ക്ലബ്ബ് വിടില്ല. അത് ഭയങ്കരമായിട്ട് റൂമർ വന്നായിരുന്നു. 200 മില്യൺ എന്തൊക്കെയാണ് പെരസ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് 2 ടീമുകൾ, ഈ ബാഴ്സയും റയലും 2 ടീമുകൾ ഫൈറ്റ് ചെയ്ത ഒരു പ്ലെയർ ഉണ്ട് ഇടയ്ക്ക് വെച്ച്, അത് അൽവാരസ് ആണ്. അൽവാരസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയേണ്ട അതിലേക്ക് വരേണ്ടതുള്ളത്. ഇപ്പൊ എന്തായാലും 100 മില്യൺ ആണ് ബാഴ്സലോണ ആ ഒരു ബിഡ് വെച്ചിരിക്കുന്നത്. അത്ലറ്റികോ മാഡ്രിഡിന് ഒഫീഷ്യലായിട്ട് വെച്ചിട്ടുള്ള ബിഡാണ് 100. പക്ഷെ അത്ലറ്റികോ മാഡ്രിഡ് പറയാണ് ഞങ്ങള് നിങ്ങൾക്ക് തരൂല, ഞങ്ങൾ വേണേൽ ആഴ്സണൽ വിട്ട് നിങ്ങൾക്ക് തരൂല എന്ന് പറയുന്നത്. പക്ഷെ ജൂലിയൻ ആൽവാരസിന്റെ ബാഴ്സയിൽ കളിക്കുന്നുണ്ടാണ്. ഇത് നോക്കിക്കഴിഞ്ഞാല് സുവാരസ്, അതേപോലെ തന്നെ വില്ല, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ബാഴ്സയിൽ നിന്ന് അത്ലറ്റികോ മാഡ്രിഡ് പോയിട്ടുണ്ട്. അതേപോലെ അത്ലറ്റികോ മാഡ്രിഡ് ഗ്രേസ്മാനൊക്കെ റെക്കോർഡ് തൂക്കി വേണ്ടിയിട്ട് ബാഴ്സലോണയെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഈ ജൂലിയൻ ആൽവാരസിന്റെ കാര്യത്തിൽ മാത്രം എന്താണ് ഇത്ര കടുപ്പെടുത്തുന്ന ഒരു പിടിയുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബാഴ്സയ്ക്ക് കിട്ടരുത് എന്നുള്ളതുകൊണ്ട് ഇപ്പൊ ആഴ്സണല് ഗെയ്ക്കോറാസിന് എക്സ്ചേഞ്ച് ചെയ്യാൻ അങ്ങനെ എന്തൊരു പരിപാടിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതും നടക്കില്ല എന്നുള്ളത് നിൽക്കുന്നത്. ഇപ്പൊ പുതിയ റൂമേഴ്സ് ഇപ്പൊ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് വരുന്നതാണ് ഫെറാൻ ടോറസ് പ്ലസ് 100 മില്യൺ. പക്ഷെ ഒരിക്കലും ഒരു എന്താന്ന് പറഞ്ഞാല് അത്ലറ്റികോ മാഡ്രിഡ് ഒരു പ്ലെയറിനെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഇതിന് നോക്കുന്നില്ല എന്ന് പറയുന്നത്. അവർ 150 മില്യനൊക്കെ ചോദിക്കും. എന്തായാലും 100 എബോ എന്തായാലും ജൂലിയൻ ആൽവാരസിന് വേണ്ടി മുടക്കില്ല എന്നാണ്. ഇപ്പൊ പിന്നെ ആൻസി ഫ്ലിക്ക് ഇപ്പൊ അവസാനം തീരുമാനിച്ചിരിക്കുക എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോ അദാനിയും അതേപോലെ തന്നെ നമ്മുടെ ഗോർഡനൊക്കെ വന്ന സ്ഥിതിക്ക് ഈ ഒരു ഇതിൽ തന്നെയാണ് ഇനിയിപ്പോ അവർക്ക് വേണ്ടത് പറഞ്ഞാൽ ബാഴ്സലോണയ്ക്ക് വേണ്ടത് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഒരു ഡിഫൻസിൽ ഒരു പാർസിക്ക് കൂടെ ഒരു ഡിഫൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അതും ഇല്ലാന്നാ പറയുന്നത്. ഇപ്പോ നമ്മുടെ കുണ്ടേനെ സെന്റർ ബാക്കായിട്ട് കളിപ്പിക്കുന്നൊക്കെയാണ് ന്യൂസുകൾ വരുന്നത്. പിന്നെ മിഡ്ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് നല്ല മിഡ്ഫീൽഡ് തന്നെയാണ്. മിഡ്ഫീൽഡ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു ഡിജോണിന്റെ പ്രശ്നങ്ങൾ, ഡിജോൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ കളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അത്ലറ്റികോ ബിൽബാവിന്റെ എതിരെ ആ ഒരു കോപ്പ ഡെൽ റേയിൽ കളിക്കാൻ വേണ്ടിയിട്ട് വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൻസിപ്ലിക്കായിട്ട് ചെറിയ ഇതിലൊക്കെയാണ് പോകുന്നുള്ള റൂമേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഡിജോണും പ്രായമായിക്കൊണ്ടിരിക്കുന്ന ആൾ 1-2 സീസൺ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഡിജോണിന്റെ പൊസിഷനിൽ കളിക്കാനുള്ള ഒരു പ്ലെയറെ ആ ഒരു നിലയ്ക്കാണ് ഈ ഒരു റൂമർ കേട്ടിട്ടുണ്ടായിരുന്നത്. റോഡ്രി റൂമർ ബാഴ്സലോണ. എന്തായാലും റോഡ്രിക്ക് ഈ ഒരു സീസണിൽ വരികയാണെങ്കിൽ ഇപ്പൊ ഈ സൈനികം നടന്നില്ലെങ്കിൽ അടുത്ത സീസണിൽ എന്തായാലും ബാഴ്സലോണ തൂക്കുന്നത് ഫ്രീ ഏജന്റ് ആയിട്ട് ബാഴ്സലോണ തൂക്കാൻ ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ ആളുടെ തട്ടകം സ്പെയിനാണ്. അപ്പോൾ അത്ലറ്റികോ മാഡ്രിഡിൽ കളിച്ചുകൊണ്ടിരുന്ന പ്ലെയർ ആണ്. അപ്പോൾ മഡ്രിഡിലേക്ക് വരാനാണ് ആൾ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ റയൽ മാഡ്രിഡ് പോയിരിക്കും, ചിലപ്പോൾ ബാഴ്സലോണയ്ക്ക് വരായിരിക്കും. അത് കാത്തിരുന്നാണ്. പക്ഷേ ഈ ഒരു സീസണിൽ സൈനികം നടന്നില്ലെങ്കിൽ പറയാൻ പറ്റില്ല. പെരസാണ് ചിലപ്പോൾ 100 മില്യനൊക്കെ എറിഞ്ഞിട്ട് ചിലപ്പോൾ തൂക്കാനും തൂക്കും.
എന്താ പറയാ, തൂക്കുന്നല്ല 2 വർഷങ്ങളായിട്ട് കുറെ പൈസകൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റോക്ക് ചെയ്ത് വെച്ച പൈസയിൽ നിന്ന് ഇങ്ങനെ ഇപ്പോഴാണ് പൊട്ടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും അണ്ണനിക്ക് മിക്കവാറും വേറൊരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അതില് നടത്തിയേ പറ്റും. വേറൊരു കാര്യമുണ്ട്. നമ്മള് ഹോസെ മോറിനോ കോച്ച് ചെയ്ത കുറച്ച് ക്ലബുകളിൽ ഹോസെ മോറിനോക്ക് എങ്ങനെയെങ്കിലും ഒരു ആഫ്രിക്കൻ താരമാണ് സ്ട്രൈക്കറായിട്ട്. അതെ, ഇപ്പോ അത് ചെൽസിക്ക് നോക്കുകയാണെങ്കിൽ ഡിഡിയർ ഡ്രോഗ്ബ ആയിരുന്നു. ഇന്ററിന് നോക്കുകയാണെങ്കിൽ നമ്മളെ സമിൽ എത്തോ ആയിരുന്നു. ഇപ്പോ ഈ ആന്തിയോമാന്റെ സൈന് ഏകദേശം കഴിഞ്ഞു. അപ്പോ മൊറിനോന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവും ഈ ആന്തിയോമാന്റെ സൈനിങ്ങിൽ. അങ്ങനെയൊക്കെയാണ് സർഫീസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഈ ചങ്ങായിക്ക്, ഈ മൊറീനോ എന്ന് പറഞ്ഞ ഈ ചങ്ങായിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ സീസണിൽ എവിടെ കളിച്ചതറിയും? മൊറീനോ കഴിഞ്ഞ വർഷം ബെൻഫിക്കയ്ക്ക് വേണ്ടി വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ലീഗൊന്നും കിട്ടിയില്ല ബെൻഫിക്കയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ വേറൊരു സംഭവം നടന്നത്, അതിനെ കുറിച്ച് വല്ല ധാരണ ഉണ്ടോ? ഈ ചങ്ങായി കഴിഞ്ഞ വർഷം ലീഗിൽ തോൽവി അറിയാതെയാണ് അവര് ലീഗിൽ 4ാം സ്ഥാനം 3ാം സ്ഥാനത്തിലാണ് അവസാനിച്ചെങ്കിൽ, പക്ഷെ ഒരു മത്സരം പോലും തോറ്റിട്ടുള്ള ആകെ അൽഹിലാലും ബെൻഫിക്കയ്ക്ക് വേണ്ടിയിട്ട് ജോസെ മൊറീനിയോ, ആ ബെൻഫിക്കയും അൽഹിലാലും മാത്രമാണ് ആ ഒരു ലീഗിൽ മത്സരങ്ങൾ ഒന്നും തോൽക്കാതെ ലീഗ് അവസാനിപ്പിച്ചെന്നുള്ളത് റെക്കോർഡ് കൊണ്ടാണ് ഈ ചങ്ങായി ഇവിടെ വരുന്നത്. അപ്പൊ എന്തായാലും ജോസ് മൊറീനോ വിസസ് ഹാൻസി ഫ്ലിക്ക്, ഇതെന്തായാലും തീപ്പാറിയ എൽ ക്ലാസിക്കോ തീപ്പാറിയ മത്സരം. ഇനി എൽ ക്ലാസിക്കോ പിന്നെയും വരാൻ ചാൻസ് ഉണ്ട്. കോപ്പ ഡെൽ റേയിൽ സൂപ്പർ കപ്പ് അതിലേക്ക് വരാനുണ്ട്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ വർഷത്തിന് മുമ്പത്തെ വർഷത്തെ പോലെ 4ഓ 5ഓ എൽ ക്ലാസിക്കോ കിട്ടുകഴിഞ്ഞാൽ അത് ബാഴ്സ റയൽ ആരാധകർക്ക്, കാരണം റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ അവര് എന്ത് വില കൊടുത്തിട്ട് സൈൻ ചെയ്ത് 2 വർഷം പക മൊത്തം തീർക്കണം. 6ഓ 7ഓ എൽ ക്ലാസിക്കോ ഒരു എൽ ക്ലാസിക്കോണ് ജയിച്ചത്. അതിൽ തന്നെ ബാഴ്സലോണ 3 ട്രോഫികൾ, ഒരു സീസണിൽ തന്നെ 2 ട്രോഫികൾ, അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ഒരു ട്രോഫി എടുത്തിട്ടുണ്ടായിരുന്നു. അത് റയലിനെ പൊട്ടിച്ചിട്ട് എടുത്തത്. അമ്മാതിരി ഫാൻ ഫൈറ്റുകളും കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ റയലിന് തിരിച്ചു വരുമ്പോൾ അവിഭാജ്യ ഘടകം തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ആശാന് ഇമാതിരി സൈനികളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഇനി ബാഴ്സയ്ക്ക് വരാനുള്ളത് ഊലിയൻ ആൽവാരസ് വരികയാണെങ്കിൽ, ഒരു സ്ട്രൈക്കർ ഇല്ലെങ്കിൽ ഇല്ല, ചിലപ്പോൾ ഈ സീസണിൽ സ്ട്രൈക്കർമാരെ സൈൻ ചെയ്യാതെ തന്നെ ബാഴ്സ മുന്നോട്ട് പോകും. അപ്പോഴും ബാഴ്സയുടെ എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ബാഴ്സയുടെ ആ ഒരു എന്താ പറയുന്നത്, എന്താ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്പെയിന്റെ കളി കണ്ടവിടത്തോളം മനസ്സിലാക്കാൻ പറ്റും. സ്പെയിന്റെ കളിക്ക് എന്ന് പറഞ്ഞാൽ റോഡ്രി എന്ന് പറയുന്ന ആ ഒരു മിഡ്ഫീൽഡ്, ആ ചങ്ങായും അതേപോലെ തന്നെ കുബാർസിന്റെ കൂടെ, കുബാർസി പറഞ്ഞാൽ പക്ക അടിപൊളിയാണ്. പക്ഷെ ആള് ഈ ഹാൻസി ഫ്ലിക്കിനെക്കാളും കുറച്ചുകൂടെ ഓഫ്ലൈൻ ട്രാപ്പ് കുറച്ചുകൂടെ പുറകിലോട്ട് ഇറങ്ങിയിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഹാൻസി ഫ്ലിക്കിന്റെ ഓഫ്ലൈൻ ട്രാപ്പ് കൂടി ഒന്ന് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിൽ കൂടെ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റുകയാണെങ്കിൽ ഈ ഡിഫൻസ് മതിയാവും. അല്ലെങ്കിൽ ഡിഫൻസ് വേണം, പരിക്കുകളും കാര്യങ്ങളും വരും. ചാമ്പ്യൻസ് ലീഗിൽ ബിഗ് മാച്ചുകളിൽ വരുന്ന സമയത്ത് നമുക്ക് കാലിട്ടുന്ന ബാഴ്സലോണയ്ക്ക് കാലിട്ടുന്ന പ്രശ്നങ്ങൾ ഇതാണ്. പക്ഷെ റയൽ മാഡ്രിഡ് അയ്യോ, ഇനിയിപ്പോ റോഡ്രിയും കൂടി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇനിയും 1-2 സൈനികങ്ങളും കൂടെ റയലിന്റെ ഭാഗത്തുണ്ടാവും. ബാഴ്സയുടെ കാര്യം എന്താണെന്ന് ഇനി ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഇനി റൂമേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. പിന്നെ 2-3 ചെക്കന്മാരുടെ, അതേപോലെ ലാമാസ ഇനി യൂസ് ചെയ്തിട്ട് ലാമാസ ഇന്നായിരിക്കുള്ള പ്രോഡക്റ്റുകൾ ഇറക്കാൻ അറിയില്ല. എന്തായാലും എൽ ക്ലാസിക്കോ തീപ്പാറും ഈ സീസണിൽ, അതിൽ യാതൊരു സംശയമില്ല. അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ ബാഴ്സലോണയ്ക്ക് റയൽ മാഡ്രിഡും ഇനി ആരെയാണ് കാത്തിരിക്കുന്നത് പുതിയ സൈനികർ, നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ എൽ ക്ലാസിക്കോയിൽ എത്ര പേരാണ് കാത്തിരിക്കുന്നത്, അത് എന്തായാലും തീപ്പാറും. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്.